ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗോതമ്പ് കൊണ്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ദോശക്കുള്ള മാവൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗോതമ്പ്, വെള്ളം, പിന്നെ അതുപോലെ ഉപ്പ്, തേങ്ങയുമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നമ്മൾ അത്യാവശ്യം തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അയ്മൺ ഇങ്ങനെ പച്ച ദോശയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ അവന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടി തേങ്ങയൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതാ പേനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചുകൂടെ സോഫ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഞാൻ എടുത്തത് ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഇതാ നല്ല തേങ്ങ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്ര ഷേപ്പിലൊന്നും കിട്ടൂല കേട്ടോ. തേങ്ങ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നെടുവണ്ണപ്പാറ വരെ പോകാനുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ആദ്യത്തെക്കാളും നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് രണ്ടാമത്തെയൊക്കെ ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഞാൻ പഴവും കൂടെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അയ്മളൊക്കെ പഴവും പിന്നെ അതുപോലെ ദോശയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ഇതാ എല്ലാവരും അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഇതാ ഇടവണ്ണപ്പാറ പോകാൻ നിൽക്കുമ്പോഴാട്ടോ മീഷോന്ന് ആൾ വിളിച്ചത്. നമുക്കൊരു പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മളിതാ പിന്നെ ഇടവണ്ണപ്പാറ വരെ പോവാണ്. അപ്പോൾ ഇതാ ഇടവണ്ണപ്പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. അങ്ങനെ അവിടെ ഇതാ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോകുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാവണോ എവിടെയും വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. കടകളൊക്കെ അടിക്കാനായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കടകളൊക്കെ തുറന്നിട്ടുണ്ടോ നോക്കണം. അങ്ങനെ ഇതാ നടന്നു പോകുന്ന വഴി ഇളനീർ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 ഇളനീർ ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ അയ്മനുള്ള മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ കടകളൊന്നും തുറക്കുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ അവിടുന്ന് മിഠായിയൊക്കെ വാങ്ങിച്ച് പൈസ ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പച്ചക്കറി കടയിലേക്കാണ് കേട്ടോ. പിന്നെ അവിടെ എത്തി നോക്കിയപ്പോൾ ഇതാ ഒരുപാട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ്, കേബേജ്, പിന്നെ അതുപോലെ കോളിഫ്ലവർ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഒക്കെ ഫ്രഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കോവയ്ക്ക, പിന്നെ അതുപോലെ കേബേജ്, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതാ റുതക്ക് മമതേന്ന് ഒരു സാധനം കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പിന്നെ പോകുന്നത്. അങ്ങനെ ഇതാ കടകളൊക്കെ അടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഇടവണ്ണപ്പാറയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന ബസ്സാണ് കേട്ടോ മുമ്പിലുള്ളത്.
അപ്പോൾ അതാ റുദൻ്റെ മിഠായിയൊക്കെ അവൾ വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഏതാണ്ട് വീട്ടിലൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റോപ്പെത്തി നമ്മളെ നാട്ടിലെത്താനായിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ അയ്മൺ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കണ്ടത്. അപ്പോൾ അവൻ്റെ സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ കൂടെ പോരണം എന്ന് അവന് നിർബന്ധമല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ തിരിച്ച് വരുമ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.